ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് സ്പാൻ ജി സബ്സെറ്റ് ഓർ ഈക്വൽ ടു സ്പാൻ എ എന്നാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പാൻ ജിയിൽ ഒരു എലമെൻറ്റ് എടുക്കുന്നു. അതെവിടെയുണ്ടെന്ന് കാണിക്കുക, സ്പാൻ എയിലുണ്ടെന്ന് കാണിക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സ്പാൻ ജിയിൽ ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യുകയാണ്. യു എന്ന് പറയുന്നത് സ്പാൻ ജിയിലെ ഒരു എലമെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുവിൻ്റെ ഫോം എന്ന് നമുക്കറിയാം. യു എന്ന് പറയുന്നത് ജിയിലെ എലമെൻറ്റ്സുകളെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ സപ്പോസ് യുവിനെ ഞാൻ എഴുതുമ്പോൾ യു ഈക്വൽ ടു ജിയിലെ എലമെൻറ്റ്സുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതുമ്പോൾ സപ്പോസ് λ1 g1 പ്ലസ് λ2 g2 പ്ലസ് എക്സെട്ര പ്ലസ് λ3 g3 പ്ലസ് എക്സെട്ര λr gr പ്ലസ് λr പ്ലസ് 1 gr പ്ലസ് 1 എക്സെട്ര λm gm. ഇത് മനസ്സിലാകുന്നതിന് വേണ്ടി പറഞ്ഞു കേട്ടോ. അതായത് ഈ രീതിയിലാണ് യുവിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഫോം എന്ന് വിചാരിക്കുക. അതായത് λ1 g1 പ്ലസ് λ2 g2 പ്ലസ് എക്സെട്ര λr gr, then λr plus 1 gr plus 1, λr plus 2 gr plus 2 plus etc. λm gm എന്നാണ് വിചാരിക്കുക. അപ്പോൾ ഇതിൽ കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇതിൽ ജി എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ് ഐ. അപ്പോൾ ഇത് ഐ എന്ന് പറയുന്ന സബ്സെറ്റാണ്. അപ്പോൾ സപ്പോസ് ഇതിൽ ജി ആർ പ്ലസ് 1 മുതലുള്ള എലമെൻറ്റ്സ് ജി ആർ പ്ലസ് 1 ജി ആർ പ്ലസ് 2 എക്സെട്ര ജി എം വരെയുള്ള എലമെൻറ്റ്സ് ഐയിലെ എലമെൻറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ഈ സബ്സെറ്റായ ഐയിലെ എലമെൻറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അതായത് ജി ആർ പ്ലസ് 1 ജി ആർ പ്ലസ് 2 മുതൽ ജി എം വരെയുള്ള എലമെൻറ്റ് ഈ ഐയിലെ എലമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള എലമെൻറ്റ്സ് ഈ ഐയുടെ ഔട്ട് സൈഡിൽ എലമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ബാക്കിയുള്ള എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ G1 G2 എക്സെട്ര ജി ആർ വരെയുള്ള എലമെൻറ്റ് ഇതിൻ്റെ ഔട്ട് സൈഡിൽ, അതായത് പറഞ്ഞാൽ ഈ ഐക്ക് വെളിയിൽ ജിക്കുള്ളിലായിട്ട് കിടക്കുന്ന എലമെൻറ്റ്സ് ആണ് G1 G2 എക്സെട്ര G1 G2 എക്സെട്ര ജി ആർ വരെയുള്ള എലമെൻറ്റ്. ബാക്കിയുള്ള എലമെൻറ്റ്സ് ഈ ഐക്കകത്താണ് കിടക്കുക. ക്ലിയർ ആണല്ലോ? ബാക്കിയുള്ള എലമെൻറ്റ്സ് ഐക്കകത്താണ് കിടക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ജി മൈനസ് ഐ, അതായത് ഇവിടെ ഈ പോർഷനിലുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ജി മൈനസ് ഐയിലെ എലമെൻ്റാണ്. കാരണം ജിയിലുണ്ട്, ഐയിലില്ലാത്ത എലമെൻറ്റ്സ് ആണ് ഈ പോർഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ G1 G2 എക്സെട്ര ജി ആർ വരെയുള്ള എലമെൻറ്റ് ജി മൈനസ് ഐയിലെ എലമെൻ്റാണ്. ശരിയാണല്ലോ? നമ്മുടെ അസംഷൻ അനുസരിച്ച് ജി മൈനസ് ഐയിലെ, നമ്മൾ ഈ ബ്രാക്കറ്റ് പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ജി മൈനസ് ഐയിൽ ഏത് എലമെൻറ്റ് എടുത്താലും അത് എവിടെ ഉണ്ടായിരിക്കും? സ്പാനയിലെ എലമെൻ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സ്പാനയിലെ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ G1 G2 എക്സെട്ര ജി ആർ വരെയുള്ള എലമെൻറ്റ് സ്പാനയിലെ എലമെൻ്റാണ്. നമ്മുടെ അസംഷൻ അനുസരിച്ച് അത് സ്പാനയിലെ എലമെൻ്റാണ്. ഇനി അതിനുശേഷമുള്ള എലമെൻറ്റ് ജി ആർ പ്ലസ് 1 ജി ആർ പ്ലസ് 2 എക്സെട്ര ജി എം വരെയുള്ള എലമെൻറ്റ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് ഐക്കകത്തെ എലമെൻ്റാണ്. അതുകൊണ്ട് തന്നെ ജി ആർ പ്ലസ് 1 ജി ആർ പ്ലസ് 2 എക്സെട്ര ജി എം വരെയുള്ള എലമെൻറ്റും ഇവിടെ വരും, സ്പാനയിൽ വരും. കാരണം ജി ആർ പ്ലസ് 1 ജി ആർ പ്ലസ് 2 എക്സെട്ര ജി എം വരെയുള്ള എലമെൻറ്റ് ഓൾറെഡി ഐയിലെ എലമെൻറ്റ്സ് ആണ്. ഐയിലെ എലമെൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ ആ എലമെൻറ്റ്സ് ഓൾറെഡി എവിടെ വരും? സ്പാനയിലെ എലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? G1 G2 എക്സെട്ര ജി ആർ വരെയുള്ള എലമെൻറ്റ് സ്പാനയിലെ എലമെൻ്റ് ആണ്. അതിനുശേഷമുള്ള ജി ആർ പ്ലസ് 1 ജി ആർ പ്ലസ് 2 എക്സെട്ര ജി എം വരെയുള്ള എലമെൻറ്റ് സ്പാനയിലെ എലമെൻറ്റാണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് ശരിക്കും നമ്മൾ സ്പാനയിലെ എലമെൻറ്റ്സിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ് എഴുതി വെച്ചിരിക്കുന്നത്. സ്പാനയിലെ എലമെൻറ്റ്സിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷനാണ്. ശരിയല്ലേ? സ്പാനൈ എന്ന് പറയുന്നത് സബ്സ്പേസ് ആണ്, നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്പാനയിലെ എലമെൻറ്റ് സബ്സ്പേസ് ആയതുകൊണ്ട് തന്നെ സ്പാനയിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ വെക്റ്റർ സ്പേസ് ആണ്. അപ്പോൾ വെക്റ്റർ സ്പേസ് ആയതുകൊണ്ട് തന്നെ സ്പാനയിലെ എലമെൻറ്റ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എടുത്താൽ അത് എവിടെ തന്നെ ആയിരിക്കും കാണുക? സ്പാനയിൽ തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ യു എന്ന് പറയുന്നത് എവിടുത്തെ തന്നെ എലമെൻ്റ് ആയിരിക്കും? സ്പാനയിലെ എലമെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ യു ചൂസ് ചെയ്ത് സ്പാൻ ജിയിലാണ്. ലാസ്റ്റ് നമുക്ക് എവിടെ കിട്ടി? യു എന്ന് പറയുന്നത് സ്പാനയിൽ ഉണ്ടെന്ന് കിട്ടി. സംശയം എന്തെങ്കിലും ഉണ്ട് ചോദിക്കുക കേട്ടോ. അപ്പോൾ യു സ്പാനയിൽ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ സബ്സെറ്റ് റിലേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സ്പാൻ ജി സബ്സെറ്റ് ഓർ ഈക്വൽ ടു സ്പാനൈ എന്ന് പറയാം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പ്രൂഫിൽ എഴുതണ്ട. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിലേക്ക് മാർക്ക് ചെയ്യാം. പക്ഷേ പ്രൂഫ് എഴുതുമ്പോൾ ഇത്രയും ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളവിടെ എഴുതി പോയാൽ മതി. ഇത് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സൈഡിലേക്ക് എഴുതി ചേർത്താൽ മതി ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സ്പാൻ ജി സബ്സെറ്റ് ഓർ ഈക്വൽ ടു സ്പാനൈ എന്ന് കിട്ടി. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്കറിയാം ഐ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന വി, ഞാൻ ഈ കിട്ടിയിരിക്കുന്ന കാര്യം ഒന്ന് എഴുതുകയാണ്. വി സബ്സെറ്റ് ഓർ ഈക്വൽ ടു സ്പാൻ ഐ എന്നാണ് എനിക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അല്ല, ഇവിടെ വി ഉണ്ട്, സബ്സെറ്റ് ഓർ ഈക്വൽ ടു സ്പാൻ എന്ന് കിട്ടിയത്. പക്ഷേ നമുക്കറിയാം ഐ എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് വിയുടെ ഒരു സബ്സെറ്റ് ആയിരുന്നു, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരുന്നു. അപ്പോൾ ഒരു സബ്സെറ്റിൻ്റെ സ്പാനിങ് സെറ്റ്
മാക്സിമം പോയാൽ ആ വെക്ടർ സ്പേസ് വരെ വരത്തുള്ളൂ, അതിനൊരിക്കലും അതിൻ്റെ ഔട്ട് സൈഡിലേക്ക് പോകത്തില്ല, അല്ല അതിൻ്റെ സൂപ്പർ സെറ്റായിട്ട് വരത്തില്ല. അപ്പോൾ ഇവിടെ വി സബ്സെറ്റ് ഓർ ഈക്വൽ ടു സ്പാൻ ഐ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഐ എന്ന് പറയുന്ന വെക്ടർ സ്പേസ് വി ഒരു സബ്സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പാൻ ഐ എടുത്തു കഴിഞ്ഞാൽ അത് മാക്സിമം എവിടെ വരെ വരത്തുള്ളൂ, വെക്ടർ സ്പേസ് വി വരെ വരത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും അതെന്തായിരിക്കത്തില്ല, സൂപ്പർ സെറ്റ് എന്നുള്ള റിലേഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ പിന്നെ ഏത് റിലേഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ, ഈക്വൽ ടു റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, വി ഈക്വൽ ടു സ്പാൻ ഐ ആയിരിക്കും. ദെയർഫോർ വി ഈക്വൽ ടു സ്പാൻ ഐ. ക്ലിയർ ആണല്ലോ, വി ഈക്വൽ ടു സ്പാൻ എന്ന് കിട്ടി. അപ്പോൾ ഈ റിലേഷനിൽ നിന്നും നമുക്ക് എന്ത് കിട്ടി, വി ഈക്വൽ ടു സ്പാൻ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ. ഇനി വിച്ച് ഈസ് നോട്ട് പോസിബിൾ, ഇനി ദാറ്റ് ഈസ് നോട്ട് വിച്ച് ഈസ് നോട്ട് പോസിബിൾ, അത് പോസിബിൾ അല്ല. കാരണം എന്താണ്, കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ അസംഷൻ എന്തായിരുന്നു, നമ്മളുടെ അസംഷൻ എന്ന് പറയുന്നത് സ്പാൻ ഐ നോട്ട് ഈക്വൽ ടു വി എന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഈ രീതിയിൽ അസ്യൂം ചെയ്ത് വന്നപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്താ കിട്ടി, വി ഈക്വൽ ടു സ്പാൻ ഐ എന്ന് കിട്ടി. പക്ഷേ അത് നമ്മുടെ അസംഷന് നമ്മളിങ്ങനെയായിരുന്നു എടുത്തിരുന്നത്, സ്പാൻ ഐ നോട്ട് ഈക്വൽ ടു വി എന്നുള്ള കേസാണ്. അപ്പം ഇത് ഒരു കോൺട്രഡിക്ഷനാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റോങ് കേസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഈ ഒരു കേസ് വന്നത്, ഈ ഒരു അസംഷനിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു കേസ് വന്നത്. അതായത് ജി മൈനസ് ഐയിൽ ഏത് എലമെൻറ്റ് എടുത്താലും അത് സ്പാൻ ഐയിൽ ഉണ്ടായിരിക്കും എന്നുള്ള അസംഷനിൽ നിന്നുമാണ് നമുക്ക് ഈ ഒരു കേസിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അസംഷൻ തെറ്റാണ്. അതായത് നമുക്ക് എന്ത് പറയാം, ജി മൈനസ് ഐയിൽ കുറഞ്ഞത് ഒരു എലമെൻ്റ് എങ്കിലും G1 എങ്കിലും ഉണ്ടായിരിക്കും. അതായത് ആ G1 എവിടെ ഉണ്ടായിരിക്കത്തില്ല, സ്പാൻ ഐയിൽ ഉണ്ടായിരിക്കത്തില്ല, ഡസ് നോട്ട് ബിലോങ്സ് ടു സ്പാൻ ഐ. അപ്പോൾ ഈ റീസൺ കിട്ടിയല്ലോ. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നുള്ളത് റീസൺ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത് എങ്ങനെയാണ്, ഇതില്ലെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും കണ്ടീഷൻ വരിക. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കോൺട്രഡിക്ഷനാണ് കിട്ടിയത്. നമ്മുടെ അസംഷൻ ഇതായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അസംഷൻ റോങ് ആണ്. അപ്പോൾ ഇത് പോസിബിൾ ആണ്, ഇത്തരത്തിലൊരു G1 എങ്കിലും എനിക്ക് പറയാൻ പറ്റുമെന്നുള്ള കേസ് എനിക്ക് അവിടെ കിട്ടി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയും കിട്ടി. ഹെൻസ് ഐ യൂണിയൻ സിംഗിൾ, അപ്പോൾ ഒരു G1 നമുക്കവിടെ കിട്ടി. ആ G1 പ്രത്യേകത എന്താണ്, G മൈനസിൽ എലമെൻ്റ് ആണ്, പക്ഷേ ആ G1 എവിടെയില്ല, സ്പാൻ ഐയിൽ ഇല്ല, ഡസ് നോട്ട് ബിലോങ്സ് ടു സ്പാൻ ഐ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ യൂണിയൻ G1 സിംഗിൾട്ടൺ സെറ്റ് G1 എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഈ G1 എന്ന് പറയുന്നത് G മൈനസ് ഐയിലെ എലമെൻ്റ് ആണ്. അതായത് ജിയിലുണ്ട്, ഐയിൽ ഇല്ലാത്ത എലമെൻ്റ് ആണ്. G1 എന്ന് പറയുന്നത് ഐയിൽ ഇല്ലാത്തൊരു എലമെൻ്റ് ആണ്. G1 ഡസ് നോട്ട് ബിലോങ്സ് ടു ഐ ആണ് അല്ലേ. ആൻഡ് ഓൾസോ G1 എന്ന് പറയുന്നത് സ്പാൻ ഐയിലും ഇല്ല. അപ്പോൾ നമുക്ക് കിട്ടിയും G1 എന്ന് പറയുന്നത് ഐയിലെ എലമെൻറ്റും അല്ല, G1 എന്ന് പറയുന്നത് സ്പാൻ ഐയിലെ എലമെൻറ്റും അല്ല. സ്പാൻ ഐയിലും ഇല്ല, ഐയിലും ഇല്ല, ശരിയല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ എന്ന് പറയുന്നത് ഓൾറെഡി ഐ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ G1 സ്പാൻ ഐയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ G1 സ്പാൻ ഐയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്, G1 എനിക്കൊരിക്കലും ഐയിലെ എലമെൻസുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റത്തില്ല എന്നല്ല അതിൻ്റെ മീനിങ്. G1 എനിക്കൊരിക്കലും ഐയിലെ എലമെൻസുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റത്തില്ല. ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു സെറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ, അതായത് സപ്പോസ് സെറ്റ് U1 U2 എക്സെട്ര എന്ന് പറയുന്ന ഒരു UN എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുമ്പോൾ ഇത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് അതിലെ ഒരെലമെൻറ്റിനെ എങ്കിലും ബാക്കിയുള്ള എലമെൻസുകളെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റണം, എങ്കിൽ മാത്രമേ ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 എടുത്തു കഴിഞ്ഞാൽ, ഈ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഐ എന്ന് പറയുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ നമ്മളവിടെ കൂട്ടിച്ചേർക്കുന്ന എലമെൻറ്റ് ഏതേ ഉള്ളൂ, G1 എന്ന് പറയുന്ന ഒരു വെക്ടർ മാത്രമേ നമ്മളോട് കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ, G1 എനിക്ക് ബാക്കി ഐയിലുള്ള എലമെൻസുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതൊരിക്കലും പോസിബിൾ ആയിരിക്കത്തില്ല, കാരണം G1 ഡസ് നോട്ട് ബിലോങ്സ് ടു സ്പാൻ ഐ ആണ്. അപ്പോൾ G1 എനിക്ക് ഒരിക്കലും ഐയിലെ എലമെൻസുകൾ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഈ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 എന്ന് പറയുന്നത് ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണെന്ന് പറയാം. റീസൺ ക്ലിയർ ആണല്ലോ, കാരണം ഐ ഓൾവേസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കൂട്ടിച്ചേർത്ത എലമെൻറ്റ് G1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് നോക്കിയാൽ മതി, G1 എനിക്ക് ഈ എലമെൻസുകളുടെ ഐയിലെ എലമെൻസുകൾ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതൊരിക്കലും പോസിബിൾ ആയിരിക്കത്തില്ല, കാരണം G1 ഡസ് നോട്ട് ബിലോങ്സ് ടു സ്പാൻ ഐ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ, ഇതാണ് അതിൻ്റെ റീസൺ. അതർവൈസ് വി ഗെറ്റ് G1 ബിലോങ്സ് ടു സ്പാൻ ഐ എന്ന് കിട്ടും, ഡിപ്പെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ അത് പോസിബിൾ അല്ല, കാരണം G1 എന്ന് പറയുന്നത് ഡസ് നോട്ട് ബിലോങ്സ് ടു സ്പാൻ ഐ ആണ്. ഓക്കെ, അപ്പോൾ ഐ യൂണിയൻ G1 സിംഗിൾട്ടൺ സെറ്റ് G1 എന്ന് പറയുന്നത് സ്പാൻ ഐയിലെ എലമെൻ്റ് ആണെന്ന് കിട്ടി. ഇനി ഇഫ് ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 സ്പാൻ ഐ, ഈ സെറ്റ് അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഐയുടെ കേസ് പറഞ്ഞ പോലെ തന്നെ ഐ എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരുന്നു.
അപ്പോൾ ഐ സ്പാൻ ചെയ്യുന്നും കൂടി ഉണ്ടെങ്കിൽ, അതായത് സ്പാൻ ഐ എടുക്കുമ്പോൾ വെക്ടർ സ്പേസ് വി കിട്ടുന്നും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഐ എന്ന് പറയുന്ന വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് ആണ് നമ്മുടെ റിസൾട്ട് സാറ്റിസ്ഫൈ ചെയ്യും, കണ്ടീഷൻ പ്രൂഫ് കംപ്ലീറ്റ് ആയെന്ന് പറയാം. അപ്പോൾ അതേപോലെ നമ്മൾ ഇവിടെയും പോവുക. അപ്പോൾ ഇവിടെ നമുക്ക് വീണ്ടും ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കിട്ടിയതാണ് ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 എന്ന് പറയുന്നതാണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. ഈ സെറ്റ് വെക്ടർ സ്പേസ് വി എ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 സ്പാൻ ഐ എന്നല്ല സ്പാൻ വി, അതായത് ഈ സെറ്റ് വെക്ടർ സ്പേസ് വി എ സ്പാനും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ സെറ്റ് ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 എന്ന് പറയുന്നത് എന്തായി മാറും, വെക്ടർ സ്പേസ് വിയുടെ ഒരു ബേസിസ് ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഒരു വെക്ടർ സ്പേസ് വിയുടെ ബേസിസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് ബി എന്ന് പറയുന്ന ബേസിസ് ആയിട്ട് നമുക്ക് ഏത് ചൂസ് ചെയ്താൽ മതി, ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 ചൂസ് ചെയ്താൽ മതി. അതെങ്ങനെയുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അത് ഈ ബേസിസ് ബി എന്ന് പറയുന്നത് ഐ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി ആണ്, സബ്സെറ്റ് ഓർ ഈക്വൽ ടു ജി ആണ്. ശരിയല്ല? ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യുമ്പോൾ അത് സൂപ്പർ സെറ്റ് ഓഫ് ഐ ആണ്, ഐയുടെ ഒരു സൂപ്പർ സെറ്റാണ് ഈ ബി എന്ന് പറയുന്ന സെറ്റ്. ശരിയല്ലേ? അത് ജിയുടെ ഒരു സബ്സെറ്റുമാണ്. കാരണം G1 ഓൾറെഡി ജിയിലെ എലമെൻ്റ് ആണ്, G1 എന്ന് പറയുന്നത് ജിയിലെ എലമെൻ്റ് ആണ്, ഐ ഓൾറെഡി ജിയുടെ സബ്സെറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 എടുത്തു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ജിയുടെ ഒരു സബ്സെറ്റ് ആയിരിക്കും, അല്ലെ സബ്സെറ്റ് ഓർ ഈക്വൽ ടു കണ്ടീഷൻ ആയിരിക്കും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബേസിസ് കിട്ടി, അതായത് ഈ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 വെക്ടർ സ്പേസ് വി എ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബി എന്ന് പറയുന്ന ബേസിസ് ആയിട്ട് ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 എന്ന് പറയുന്ന സെറ്റ് ചൂസ് ചെയ്യാം. ആ സെറ്റ് ബി എന്ന് പറയുന്നത് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടായിരിക്കും, ഐ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി, സബ്സെറ്റ് ഓർ ഈക്വൽ ടു ജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് പറയുക, ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 വെക്ടർ സ്പേസ് വി എ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബേസിസ് കിട്ടി, നമുക്ക് ആവശ്യമായ ബേസിസ് കിട്ടി. ഏതാണ് ബേസിസ്? ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ ബേസിസ് എന്ന് പറയുക. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഈ സെറ്റ് സ്പാൻ ചെയ്യുന്നില്ലെങ്കിൽ, ഇഫ് ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 ഡസ് നോട്ട് സ്പാൻസ് വി, സ്പാൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഐയുടെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ ഐ വെക്ടർ സ്പേസ് വി എ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബേസിസ് ആയിട്ട് ഐ ചൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മളുടെയും പോയി ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 വെക്ടർ സ്പേസ് വി എ സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെറ്റ് സ്പാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബേസ് ആയിട്ട് ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തതായിട്ട് നമ്മളിവിടെ എന്താ ചെയ്തത്, സ്പാൻ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് നമ്മൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തു, സ്പാൻ ഐ യൂണിയൻ ജി ഡസ് നോട്ട് ഈക്വൽ ടു സ്പാൻ ചെയ്യുന്നില്ലെന്ന് അസ്യൂം ചെയ്യുകയാണ്. ഈ ഐ യൂണിയൻ സിംഗിൾട്ടൺ G1 ഡസ് നോട്ട് സ്പാൻസ് വി, വെക്ടർ സ്പേസ് വി എ സ്പാൻ ചെയ്യുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ ഈ കേസ് പോലെ തന്നെ നമ്മൾ ഇവിടെയും പൊയ്ക്കൊണ്ടിരിക്കുക. ഐയുടെ കേസ് ഇവിടെ ഐ വെച്ച് നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 വെച്ച് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ സ്പാൻ ചെയ്യുന്നില്ലെന്ന് അസ്യൂം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, then that is v equal to span does not spans v, that is v not equal to, v equal to അല്ല, that is v not equal to സ്പാൻ ചെയ്യുന്നില്ലെങ്കിൽ നടക്കുന്നത്, that is v not equal to span ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1, then we must have. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയ എന്തായിരുന്നു, ഐ സ്പാൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയിരുന്നു, നമുക്ക് കിട്ടിയതായിരുന്നു ഐ എന്ന് പറയുന്ന സ്ട്രിക്റ്റ് സബ്സെറ്റ് ഓഫ് ജി എന്നാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും പറയാം. അങ്ങനെയാണെങ്കിൽ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1, ഇവിടെ നമുക്ക് ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റ് ഏതാണ്, ഇവിടെ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. അപ്പോൾ ഇത് സ്പാൻ ചെയ്യുന്നില്ലെങ്കിൽ, നോട്ട് ഈക്വൽ ടു എന്ന് എഴുതണേ, സ്പാൻ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഈ സെറ്റ് എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് സബ്സെറ്റ് ഓഫ് ജി ആയിരിക്കും, ജിയുടെ സ്ട്രിക്റ്റ് സബ്സെറ്റ് ആയിരിക്കും. കാരണം ഈക്വൽ ആണെങ്കിൽ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 ജിയോട് ഈക്വൽ ആണെങ്കിൽ, ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് വരുന്നതെങ്കിൽ, ഈ രണ്ട് സെറ്റും ഈക്വൽ ആകുന്ന കേസിൽ നമുക്ക് എന്ത് പറയാം, വി ഈക്വൽ ടു സ്പാൻ ജി ആണ്. ജി സ്പാനിങ് സെറ്റാണ് വെക്ടർ സ്പേസ് വഴി. ജിയും ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പാൻ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 എന്ന് എഴുതാമല്ലോ. ജിയും ഈ സെറ്റും ഈക്വൽ ആകുന്ന കേസ് ഞാൻ പറയാം ആണെങ്കിൽ. പക്ഷേ അങ്ങനെയാണെങ്കിൽ വി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, സ്പാൻ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം വി നോട്ട് ഈക്വൽ ടു സ്പാൻ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 ആണ്. അപ്പോൾ ഒരിക്കലും ജിയും ഈ സെറ്റും ഈക്വൽ ആയിരിക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഈ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് സബ്സെറ്റ് ഓഫ് ജി ആയിരിക്കും. റീസൺ ക്ലിയർ ആണല്ലോ? അതർവൈസ് വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ ആസ് എബോവ്. ഐയുടെ കേസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് മുമ്പോട്ട് പോവുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ അങ്ങനെയാണെങ്കിൽ അടുത്തായിട്ട് നമുക്ക് എന്ത് പറയാം, നേരത്തെ നമ്മൾ ജി അത് സബ്സെറ്റ് നേരത്തെ നമുക്ക് ഇവിടെ കിട്ടിയ പോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്തു, അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് എ ജി എലമെൻറ്റ് G1 ബിലോങ്സ് ടു G മൈനസ് ഐ, G1 ഡസ് നോട്ട് ബിലോങ്സ് ടു സ്പാൻ ഐ. സ്പാനിലില്ലാത്ത ഒരു G1 എങ്കിലും എനിക്ക് പറയാൻ പറ്റുമെന്നാണ് അടുത്തായിട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മുടെ സെറ്റ് ഏതാണ്, ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ദെൻ ദെയർ എക്സിസ്റ്റ് എ G2 ബിലോങ്സ് ടു
എവിടെ ഉണ്ടായിരിക്കും? ബിലോങ്സ് ടു ജി മൈനസ് എവിടെയുള്ളതാണ്? ജി മൈനസ് ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 അല്ലേ? ജിയിലുള്ളതും ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 ഇല്ലാത്തതുമായ ഒരു എലമെൻറ്റ് G2 എനിക്ക് പറയാൻ പറ്റും. എങ്ങനെയുള്ള എലമെൻറ്റാണ് G2 പറയാൻ പറ്റുന്നത്? G2 ഡസ് നോട്ട് ബിലോങ്സ് ടു സ്പാൻ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1. സ്പാൻ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1ൻ്റെ സ്പാനിങ് സെറ്റിൽ ഇല്ലാത്ത ഒരു G2 എനിക്ക് പറയാൻ പറ്റും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു G2, ഈ സ്പാനിങ് സെറ്റിൽ ഇല്ലാത്ത ഒരു G2 എനിക്ക് പറയാൻ പറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആ ഒരു കണ്ടീഷൻ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ, ആ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് മുമ്പോട്ട് ആ രീതിയിൽ പോകാം. ദർ എക്സിസ്റ്റ് G2 belongs to G minus I union singleton set G1 such that G2 does not belongs to span I union singleton set G1. Otherwise we get a contradiction. ഇവിടെയും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രൂഫ് പറഞ്ഞു പോകാം. അല്ലെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ G മൈനസ് ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1ൽ ഏത് എലമെൻറ്റ് എടുത്താലും അത് സ്പാൻ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1ൽ ഉണ്ടെന്നാണ് വരിക. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ, അതർവൈസ് നമ്മൾ നേരത്തെ ഐയുടെ കേസ് ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവിടെ നമുക്കൊരു കോൺട്രഡിക്ഷൻ കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നമുക്ക് പിന്നീട് പറഞ്ഞു തരാം. ഓക്കെ, അതർവൈസ് വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെന്ന് അസ്യൂം ചെയ്ത് മുമ്പോട്ട് പോകുക. അതായത് G മൈനസ് ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1ൽ ഏത് എലമെൻ്റ് എടുത്താലും അത് സ്പാൻ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1ൽ ഉണ്ടെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ ഐയുടെ കേസ് ചെയ്ത പോലെ തന്നെ നമുക്കൊരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതർവൈസ് അതുകൊണ്ട് ഞാൻ കൂടുതൽ നമ്മൾ വീണ്ടും അതിനെപ്പറ്റി പറയുന്നില്ല. അതർവൈസ് വി ഗെറ്റ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. ദെയർഫോർ അപ്പോൾ നമുക്കിവിടെ ഒരു എലമെൻറ്റ് G2 എന്ന് പറയുന്ന എലമെൻറ്റ് കൂടെ നമുക്ക് കിട്ടി. അതായത് ഓൾറെഡി ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റായിരുന്നു. അപ്പോൾ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലേക്ക് എനിക്ക് G2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കൂടെ കിട്ടി. ഈ G2 ഇതിൻ്റെ സ്പാനിങ് സെറ്റിലെ എലമെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലേക്ക് ഞാൻ ഈ G2 കൂടെ കൂട്ടിച്ചേർത്താൽ ഇപ്പോൾ ഈ സെറ്റ് എന്തായി മാറും? ഈ സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് തന്നെയായിരിക്കും. കാരണം ഇത് ഓൾറെഡി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ എലമെൻറ്റ് G2 ഇതിൻ്റെ സ്പാനിങ് സെറ്റിലെ എലമെൻ്റ് അല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ G2 കൂടെ കൂട്ടിച്ചേർത്താലും ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു പുതിയ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കിട്ടിയതാണ് ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് ഐ യൂണിയൻ സെറ്റ് G1 G2 ഈസ് എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്. ഇതിങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിങ്ങനെ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടി. ഇനി ഇത് വെക്ടർ സ്പേസ് വി എസ് സ്പാൻ ചെയ്യുന്ന കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ബേസിസ് ആയിട്ട് നമുക്ക് ഏത് ചൂസ് ചെയ്യാം? ബേസിസ് ബി ആയിട്ട് നമുക്ക് ഈ സെറ്റ് ചൂസ് ചെയ്യാം, സ്പാൻ ചെയ്യുന്ന കൂടി ഉണ്ടെങ്കിൽ. ഇനി അല്ലെങ്കിൽ സ്പാൻ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിങ്ങനെ അടുത്ത രീതിയിൽ നമ്മളിവിടെ ചെയ്ത പോലെ തന്നെ സ്പാൻ ചെയ്യുന്നില്ല എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ നോട്ട് ഈക്വൽ ടു സ്പാൻ ചെയ്യുന്നില്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ സ്ട്രിക്റ്റ് സബ്സെറ്റ് എന്ന് കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കവിടെ മറ്റൊരു എലമെൻറ്റ് ഇതേ രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കിട്ടിയ പോലെ മറ്റൊരു എലമെൻറ്റ് ഇവിടെ വരുമ്പോൾ അത് G3 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമുക്കിവിടെ കിട്ടും. ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കിട്ടും. ഐ യൂണിയൻ സെറ്റ് G1 G2 G3 എന്ന് പറയുന്ന രീതിയിൽ ഇതിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ സെറ്റ് പ്രൊസീഡിങ് ലൈക്ക് ദിസ് വി സീ ദാറ്റ് സിൻസ് G എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമ്മൾ G1 എന്ന് പറയുന്ന എലമെൻറ്റ് G2 എന്ന് പറയുന്നത് നമ്മൾ G3 അടുത്ത G3 എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് കിട്ടും. ഇതിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ G1 G2 G3 എന്നൊക്കെ പറയുന്ന എലമെൻറ്റ് Gയിലെ എലമെൻറ്റാണ്. പക്ഷേ G എന്ന് പറയുന്ന സെറ്റ് ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു സ്റ്റേജിൽ അത് സ്റ്റോപ്പ് ആകും. കാരണം നമുക്ക് എലമെൻറ്റ് ചൂസ് ചെയ്യുന്ന നമ്മൾ G1 ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന G1 G2 G3 എന്നൊക്കെ പറയുന്ന എലമെൻറ്റ് നമ്മൾ Gയിലെ എലമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ G ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു സ്റ്റേജിൽ ഇത് കംപ്ലീറ്റ് ചെയ്യും. കാരണം സിൻസ് G ഈസ് ഫൈനൈറ്റ് ഫോർ ദ സെറ്റ് B ഈക്വൽ ടു ഐ യൂണിയൻ G1 G2 എക്സെട്ര Gm ഒരു എന്ത് സ്റ്റേജിൽ ഇത് കംപ്ലീറ്റ് ആകും. അപ്പോൾ അതെന്തായിരിക്കും? ആ സെറ്റ് എന്ന് പറയുന്നത് ബേസിസ് ആയിരിക്കും. ഈസ് എ ബേസിസ് ഓഫ് V. ഇനി അത് ബേസിസ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം വീണ്ടും ഒരു Gയിൽ ഒരു എലമെൻറ്റ് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം G എന്ന് പറയുന്ന സെറ്റ് ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഒരു ഫൈനൈറ്റ് സ്റ്റേജ് വരുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഒരു ബേസിസ് വെച്ച് ഒരു സ്റ്റേജ് നമുക്ക് സ്റ്റോപ്പ് ആകും, നമ്മുടെ പ്രോസസ്സ് സ്റ്റോപ്പ് ആകും. അപ്പോൾ ആ സ്റ്റേജ് നമുക്ക് കിട്ടുന്ന ബേസിസ് ആണ് ഐ യൂണിയൻ സെറ്റ് G1 G2 എക്സെട്ര Gm. സോ വിച്ച് ഈസ് എ ബേസിസ് ഓഫ് V ഫോർ സം M. അതായത് ആ ബേസ് ചെയ്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഐ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി സബ്സെറ്റ് ഓർ ഈക്വൽ ടു G എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ ഇതാണ് ബേസിസ് എന്ന് പറയുക.
അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ, ആദ്യത്തെ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ, ഐയുടെ ഒരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 കിട്ടി. ദെൻ ഐ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് G1 G2 ആയി. ഐ യൂണിയൻ സെറ്റ് G1 G2 ആയി. ദെൻ അടുത്ത കേസിലേക്ക് വരുമ്പോൾ ഐ യൂണിയൻ സെറ്റ് G1 G2 G3 എന്ന് പറയുന്ന ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് കിട്ടും. ഇതിങ്ങനെ മുമ്പോട്ട് പോവുക. ഇപ്പോൾ G ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റേജ് വെച്ച് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ കിട്ടുന്ന ബേസിസ് ആണ് ബി എന്ന് പറയുന്നത്. ഐ യൂണിയൻ സെറ്റ് G1 G2 എക്സെട്ര Gm എന്ന് പറയുന്നു. സാറ്റിസ്ഫൈ ദ കണ്ടീഷൻ ഐ സബ്സെറ്റ് ഓർ ഈക്വൽ ടു ബി സബ്സെറ്റ് ഓർ ഈക്വൽ ടു G എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞ് പറഞ്ഞുതരാം. ഓക്കെ.